ഇങ്ങനെ ഇരിക്കുമ്പോൾ അതിൻ്റെ പേര് അവിടെ ചെന്നി അടങ്കൽ എന്ന് പറയും. വർമ്മത്തിൽ ചെന്നി അടങ്കൽ. അവിടെ ബ്ലഡ് വെസൽസ് പോകുന്നുണ്ട്. അതൊന്നും ആ വയസ്സായാലോ അല്ലെങ്കിൽ അവിടെ കൊളസ്ട്രോളോ എന്തെങ്കിലും അടപ്പ് വരുമ്പോഴാണ് ഹെഡേക്കൊക്കെ വരുന്നത്. അപ്പോൾ അതിനവിടെ തട്ടി വിട്ടാലോ എന്തോന്ന് ബ്ലഡ് ഫ്ലോ ടു ഹെഡ് വിൽ ഇൻക്രീസ്. എന്തോന്ന് ഇപ്പോൾ തലവേദന ഉള്ളവർക്ക് മാറും. ഇപ്പോൾ ഒരുപാട് പേർക്ക് ലേഡീസിനും ശരി ജെൻസിനും ഒറ്റ തലവലിയൊക്കെ ഇരിക്കുന്നുണ്ടല്ലോ. ഒറ്റ തലവലി ഇവിടെ ഉള്ള ഇവിടെ നാഡീസും ഉണ്ട്. ഇതൊന്നും നെർവ്സ് മാത്രമല്ല, ഇവിടെ നാഡീസുണ്ട്. ഇതൊന്നും ഇങ്ങനെ നോക്കിയാൽ ഇങ്ങനെ നാഡീസുണ്ട് ഇവിടെ. ഇപ്പോൾ തേച്ച് നോക്ക്, സോമായിരി. ഇപ്പോൾ തലവേദന ഉള്ളവർക്ക് ചുവപ്പ് ചന്ദനം ഉണ്ടല്ലോ, റെഡ് സാൻഡൽ വെച്ച് ഇങ്ങനെ തേച്ചാലും പോകും. അതില്ലെങ്കിൽ ചുക്ക് പൗഡർ ഉണ്ടാകും, ഡ്രൈ ജിഞ്ചർ. ചുക്ക് പൗഡർ ഇട്ട് ഈ 3 വിരൽ വെച്ച് തേച്ചാലും പോകും. കാരണം വെച്ചാൽ ഇറ്റ്സ് എ വൈറ്റൽ പോയിന്റ്. ഇതിനെ വന്ന് തടവിട്ടാൽ ഹെഡിന് എനർജി ഫ്ലോ ഇൻക്രീസ് ആവും. നമ്മൾ ക്ഷേത്രത്തിൽ വന്നപ്പോൾ ഇത് ഭസ്മം ഇടുന്നത്, ശിവക്ഷേത്രത്തിൽ ഭസ്മം ഇടുന്നത് കണ്ടിട്ടുണ്ടോ? അതൊക്കെ പഴയ പ്രാക്ടീസ്. ഇതൊക്കെ നിങ്ങളിപ്പോൾ ശ്രീകണ്ഠേശ്വര ശിവക്ഷേത്രത്തിൽ അവർക്ക് പൂജാരിക്ക് ഇപ്പോൾ എന്താ അറിയാമെന്തോ സംശയം. ഇങ്ങനെ ഇത് തൊട്ടി ഇവിടെയും തുടങ്ങണം. ഇങ്ങനെ തുടങ്ങിയാണ് ഭസ്മം ഇടേണ്ടത്. ഭസ്മം എന്ന് പറഞ്ഞത് ഇങ്ങനെ ഇടണം. ഇപ്പം തലനീര് അവിടെ ഇരുന്നാൽ അത് ഭസ്മം അബ്സർവ് ചെയ്യുമല്ലോ. അപ്പോൾ അതെന്ന് വെച്ചാൽ തലവേദന വരില്ല. ഇങ്ങനെ ഇത് പറഞ്ഞിട്ട് ഓം ശിവായ നമഃ എന്ന് വെച്ചാൽ ചിന്മുത്ര ഗംഗണ ഗുരുഭ്യോ നമഃ എന്ന റെസ്പെക്ട് ടു ഗുരുജി. ഗം ഗണപതായ നമഃ. പ്ലീസ് റിമൂവ് ആൾ ബ്ലോക്സ് ഫ്രം ദി പാത്വേ ഓഫ് എനിത്തിങ്. ഇപ്പോൾ വന്ന് യോഗ എന്തോന്ന്, ഇപ്പോൾ ഞങ്ങൾ ബിസിനസ്സിന് പോയാലും ഗുരുഭ്യോ ഗം ഗണപതായ നമഃ എന്ന് പറഞ്ഞാൽ ഗണപതി അതിലുള്ള ബ്ലോക്ക് മാറ്റുക, അത് ചെയ്യുക. രണ്ടാമത് വന്ന് ഓം ശിവായ നമഃ. ഇത് പാർട്ട് ഓഫ് ശിവയോഗ. ഇപ്പോൾ ഇതിലൊക്കെ പാർട്ട് ഓഫ് ശിവയോഗ. ഈ ടെക്നിക് സെയിം ഈസ് അവൈലബിൾ ആൾസോ ഇൻ ദി ശക്തിപാത് യോഗ. ഇപ്പോൾ പറയുന്ന ശിവയോഗയിൽ പറയുന്ന ചക്ര ആക്ടിവേഷൻ ടെക്നിക്കൊക്കെ ശക്തിപാത് യോഗയിലുണ്ട്, ഷഡ്ചക്ര നിരൂപണത്തിലുമുണ്ട്. പക്ഷേ വി ആർ ഫോളോയിങ് ബോത്ത്. ഞാൻ രണ്ടുമേ ഫോളോ ചെയ്യുന്നത്. കാരണം തിരുമന്ത്രത്തിൽ രണ്ടുമുണ്ട്. തിരുമന്ത്രത്തിൽ ചാപ്റ്റർ 3 ഈസ് ശിവയോഗ, ചാപ്റ്റർ 4 ഈസ് ശക്തിപാത്. ഇപ്പോൾ ചാപ്റ്റർ 3 ബുക്ക് എഴുതിയിട്ടുണ്ട്, നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് പഠിക്കൂ. വീരാഹമം, തിരുമന്ത്രം വീരാഹമം കിൻഡിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. വീര ആഹമം ചാപ്റ്റർ 3 തിരുമന്ത്രം വീര ആഗമം പാർട്ട് 1 പാർട്ട് 2 രണ്ടും പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അത് വാങ്ങിച്ച് നിങ്ങൾ പഠിച്ചാൽ ഈ ബാക്ക്ഗ്രൗണ്ട് നോളജ് എല്ലാം അതിലുണ്ട്. ഈ ബാക്ക്ഗ്രൗണ്ട് ഇതേമാതിരി ശക്തിപാത് യോഗയിലുണ്ട്. ഇതിലുള്ള സീക്രട്ട് എന്ന് വെച്ചാൽ ഈ പ്രത്യാഹാര യോഗ. നമ്മളിപ്പോൾ എല്ലാവരും യോഗ എന്ന് പറഞ്ഞാൽ വേറെ ആസനവും പ്രാണായാമവും ചുമ്മാ ആരൊക്കെ പറഞ്ഞതൊക്കെ ചെയ്യുന്നത്. ആക്ച്വലി 5ാം ക്ലാസ് യോഗ പ്രത്യാഹാര യോഗ. ഈ പ്രത്യാഹാര യോഗ ഫോളോ ചെയ്യാൻ ഞാൻ ഇപ്പോൾ പറയുന്നു. അതിനൊരു ബേസ് തിരുമന്ത്രം ചാപ്റ്റർ 3 ആൻഡ് ചാപ്റ്റർ 4. തിരുമന്ത്രം ചാപ്റ്റർ 3 ആൻഡ് ചാപ്റ്റർ 4 ആണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഈ ചാപ്റ്റർ 3 ചാപ്റ്റർ 4 പറയുന്നത് ശക്തിപാത് യോഗയിലുണ്ട്, ഷഡ്ചക്ര നിരൂപണത്തിലുണ്ട്. പക്ഷേ അതിനെക്കാട്ടിലും കൂടുതൽ തിരുമന്ത്രത്തിലുണ്ട്. ഇപ്പോൾ ഇതാണ് സീക്രട്ട്. അപ്പോൾ ഈ ശക്തിപാത് ഉപാസകരുള്ള ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ തിരുമന്ത്രം ചാപ്റ്റർ 4 ഫോളോ ചെയ്യുകയാണ്. ഇപ്പോൾ ഗോവയിൽ ഈ ശക്തിപാത് യോഗ തന്ത്ര ഒരു യോഗ സെൻ്ററൊക്കെ നടത്തുന്നുണ്ട്. അവർ തിരുമന്ത്രം 4th ചാപ്റ്റർ ഫോളോ ചെയ്യും. തിരുമന്ത്രം 4th ചാപ്റ്റർ ഞാൻ അടുത്ത ബുക്ക് ഇറക്കും ഇംഗ്ലീഷിൽ, മനസ്സിലായില്ല? അടുത്തത് അത് ഇറക്കും. അത് നിങ്ങളെമാതിരി ആളുകൾ 4-5 പേര് പഠിച്ച ശേഷം ആ മെറ്റീരിയൽ കറക്റ്റ് ചെയ്തിട്ടാണ് ഞാൻ ബുക്ക് ഇറക്കുന്നത്, മനസ്സിലായില്ല? പഠിച്ചിട്ട് ഇറക്കുമ്പോൾ കുറച്ചുകൂടെ പ്രാക്ടിക്കലായിരിക്കും. അപ്പോൾ ശക്തിപാത് അത് ഇറക്കും. ഇപ്പം 3 ഇറക്കി കഴിഞ്ഞു. ചാപ്റ്റർ 3 ഇറക്കി കഴിഞ്ഞു. ചാപ്റ്റർ 4 ഇനി 5-6 ബുക്ക് കൂടെ മലയാളത്തിൽ 2-3 ബുക്ക് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ എന്തെന്ന് നോക്കുക. ഓക്കെ. അതിൻ്റെ അടുത്ത് ഈ നൗ യു ആർ ഗോയിങ് ടു ഹെഡ് റൊട്ടേഷൻ, ഐബാൾ റൊട്ടേഷൻ ആൻഡ് നാഡീശോധന. ഹെഡ് റൊട്ടേഷൻ, ഐബാൾ റൊട്ടേഷൻ, നാഡീശോധന ഇതിൻ്റെ പർപ്പസ് എന്താണ്? എല്ലാ യോഗ സെൻറ്ററിലും പറയുന്നുണ്ട്. ഹെഡ് റൊട്ടേഷൻ പറയുന്നുണ്ടല്ലോ.
ഇതാ നോക്കിക്കുക, ഇതെന്ന് വെച്ചാൽ ഇതാ ഹെഡ് റൊട്ടേഷൻ, ഉദാഹരണം ഇതാ ഇങ്ങനെ വെച്ചിട്ട് ഇതാ അടുത്ത റൗണ്ട്, ഇതൊക്കെ ചെയ്യുന്നില്ല. അതിൻ്റെ പർപ്പസ് എന്തോന്ന്, നിങ്ങൾ ഉറങ്ങുമ്പോൾ വന്ന് ചിലപ്പോൾ ഇങ്ങനെ കിടന്ന് ഉറങ്ങും, ഇത് ഇങ്ങനെ ചരിഞ്ഞ് ഏത് പക്കം ചരിഞ്ഞ് കിടന്ന് ഇത് ബ്ലാക്കാവും. എന്തോന്ന്, ഇടത് പക്കം ചരിഞ്ഞ് ഇടത് ബ്ലാക്കാവും, വലത് പക്കം കഴിഞ്ഞാൽ വലത് ബ്ലാക്കാവും. രണ്ട് സമമായിട്ട് സുഷുമ്ന ഓപ്പൺ ആവും. യോഗ ക്ലാസ്സിൽ സുഷുമ്ന ഓപ്പൺ ആയാലേ റിസൾട്ട് കറക്റ്റ്. എന്തോന്ന്, റിസൾട്ട് കറക്റ്റ്. അല്ലെങ്കിൽ ഇടകല റിസൾട്ട് പൂവറായിരിക്കും, അല്ലെങ്കിൽ വലതുകല റിസൾട്ട് ഓവറായിരിക്കും. സുഷുമ്ന ഓപ്പൺ ആയാൽ ബാലൻസ്ഡ് ആവരും. അതിനാണ് ഹെഡ് റൊട്ടേഷൻ, ഐബാൾ റൊട്ടേഷൻ, നാഡി ശോധന. ഇപ്പോൾ ഹെഡ് റൊട്ടേഷൻ ഇങ്ങനെ ചെയ്യും. അത് പിന്നെ ഞാൻ പറയാം, ഇടകല പിങ്കല സുഷുമ്ന പറയാം. അപ്പോൾ എന്ന് വെച്ചാൽ ഇങ്ങനെ സുഷുമ്ന, ഇത് നാഡി ചാനൽ ഓപ്പണിങ്ങിൽ ഡീറ്റെയിലാണ് വരും. ഇപ്പോൾ ഇത് സുഷുമ്ന വന്ന് ഇതൊക്കെ ബേസിക് നോളജ്, ഇതൊക്കെ ഓപ്പൺ ചെയ്താൽ ഏത് യോഗ ആയിരുന്നാലും വർക്കൗട്ടാവും. ഇത് മറ്റവരാരും പറയുന്നില്ല, ഇതാണ് കുഴപ്പം. അപ്പോൾ ഇത് ഒന്ന് ഹെഡ് റൊട്ടേഷൻ, അത് അപ്പ് ആൻഡ് ഡൗൺ, സൈഡ് വൈസ് റൊട്ടേഷൻ, ക്ലാക്ക് വൈസ്, ആൻറ്റി ക്ലാക്ക് വൈസ്, മനസ്സിലായാലും ആൻറ്റി ക്ലാക്ക് വൈസ്. അത് പിന്നെ ഞാൻ ഇപ്പോൾ എഴുതിക്കോളൂ. അപ്പോൾ അടുത്തത് എന്ത്, ഐബാൾ റൊട്ടേഷൻ. ഐബാൾ റൊട്ടേഷനോ എന്തിന്, ഐബാൾ റൊട്ടേഷൻ ഈസ് ആൾസോ ഫോർ നാഡി ബാലൻസിങ്. എന്തോന്ന്, ഐബാൾ റൊട്ടേഷന് എങ്ങനെ നാഡി ബാലൻസ് ചെയ്യുക, ഇടത് കണ്ണ് കണക്റ്റഡ് ടു ഇടകല, വലത് കണ്ണ് കണക്റ്റഡ് ടു പിങ്കല, ആൻഡ് സുഷുമ്ന ഈസ് കണക്റ്റഡ് ഇൻ ദ ആജ്ഞ ഏരിയ. അപ്പോൾ ഇടത് കണ്ണ് കണക്റ്റഡ് ടു ഇടകല, വലത് കണ്ണ് കണക്റ്റഡ് ടു പിങ്കല. പിങ്കല ഇടതുകല ചന്ദ്രകല, പിങ്കല സൂര്യകല. ആൻഡ് സുഷുമ്ന വന്ന് ഇൻ ബിറ്റ്വീൻ ഐബ്രോ സുഷുമ്ന ഓപ്പൺ ചെയ്ത്, അതായത് അഗ്നി, ഇതാണ് കണക്റ്റഡ് ടു തേർഡ് ഐ. ഇടതുകല കണക്റ്റഡ് ടു ഇടത് കണ്ണ്, വലത് കണക്റ്റഡ് ടു വലത് കണ്ണ്, സുഷുമ്ന കണക്റ്റഡ് ടു തേർഡ് ഐ. അതിൽ എരിയുന്നത് അഗ്നി. എന്തോന്ന്, അത് കണക്റ്റഡ് ടു അഗ്നി. അത് ഐ റൊട്ടേഷൻ കമ്പൽസറി, യോഗ ക്ലാസ്സിലൊക്കെ കമ്പൽസറി ആയിരിക്കണം. കാരണം വെച്ചാൽ ഫോർ പെയർസ് ഓഫ് ക്രേനിയൽ നെർവ്സ് ആർ കമ്മിങ് ടു യുവർ ഐസ്. ഒന്ന് തന്നെ വിഷൻ, ഇന്ന് ഒന്ന് ഐലിഡ് മൂവ്മെൻറ്റ്, എന്തോന്ന്, ഇന്ന് ഐബാൾ സൈഡ് മൂവ്മെൻറ്റ്, അടുത്ത ഒന്ന് ഐബാൾ അപ്വേർഡ് ഡൗൺവേർഡ് മൂവ്മെൻറ്റ്. മനസ്സിലായ, ഒരു പേരാണ് വിഷൻ, അടുത്ത പേര് ഐലിഡ് മൂവ്മെൻറ്റ്, അടുത്ത പേര് ഐബാൾ സൈഡ് മൂവ്മെൻറ്റ്, അടുത്ത പേർ വന്ന് ഐബാൾ അപ്വേർഡ് ഡൗൺവേർഡ് മൂവ്മെൻറ്റ്. അപ്പോൾ ഈ 4 നെർവിന് എക്സസൈസ് കൊടുക്കണം. എന്തോന്ന്, എക്സസൈസ് കൊടുക്കണം. അത് പർട്ടിക്കുലറായ വയസ്സായവർ ഇത് ചെയ്യണം. കാരണം വെച്ചാൽ അത് ചെയ്തില്ലെങ്കിൽ വയസ്സായ ചില ആൾക്ക് ഐ ടെൻഷൻ വന്നിട്ട് കേട്ടിട്ടുണ്ടോ? ഐ ടെൻഷൻ വെച്ചാൽ ഒരു സൈഡ് മൂവ്മെൻറ്റ് അപ്വേർഡ് മൂവ്മെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കില്ല. അതിൻ്റെ പേര് ഇതെന്ന് വെച്ചാൽ ആക്കുലാർ ഫ്ലജിയ എന്ന് വെച്ചാൽ സൈഡ് മൂവ്മെൻറ്റ്, ഒരു മൂവ്മെൻറ്റ് വന്ന് അവർക്ക് സ്റ്റിഫാവും. സോ അക്കോർഡിംഗ് ടു അവർ നാച്ചുറോപ്പതി ആൻഡ് ഓൾ ദീസ് പ്രിൻസിപ്പിൾസ്, യൂസ് ആർ ലൂസ്. എന്തോന്ന്, യൂസ് ആർ ലൂസ്. നിങ്ങൾ മസിലേയും ശരി നെർവേയും ശരി യൂസ് ചെയ്താൽ തന്നെ അത് വർക്കാവും, നടമുറയിലിരിക്കും. അത് നിങ്ങൾ യൂസ് ചെയ്യാതെ വെച്ചാൽ അത് വന്ന് നിങ്ങൾക്ക് അത് ശരിയാവില്ല. മനസ്സിലായോ? ഇപ്പോൾ നെർവ്സ് അത് യൂസ് ആയാലാണ് ഐ ടെൻഷൻ വരുന്നത്.